നമസ്കാരം. മോക്ക് ടെസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽവീഥി ലക്കം 2023 സെപ്റ്റംബർ 23 വിന്നർ സപ്ലിമെന്റിൽ വന്നിട്ടുള്ള 10th പ്രിലിംസിന് മൻസൂറലി സർ തയ്യാറാക്കിയ മാതൃകാ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് തലവനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം രവി സിൻഹ. 2. ഏത് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പാണ് ടൂറിസം മേഖലയെ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിന് ഷീ ടൂറിസം ആപ്പ് പുറത്തിറക്കിയത്? ഉത്തരം കേരളം. 3. മിഷൻ ഇവോൾവ് ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ്? ഉത്തരം സിഡ്ബി. 4. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ആദ്യത്തെ രാജ്യാന്തര കായിക ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത്? ഉത്തരം കൊൽക്കത്ത. 5. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ HS പ്രണോയ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബാഡ്മിന്റൺ. 6. തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി അപകടത്തിൽപ്പെട്ട അന്തർവാഹിനി? ഉത്തരം ടൈറ്റൻ. 7. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചീഫ് ഐക്കൺ ഓഫ് കേരള ആയി നിയമിതനായതാര്? ഉത്തരം ഗോപിനാഥ് മുതുകാട്. 8. ഏത് പഞ്ചായത്ത് ഓഫീസിലാണ് ഹോസ്റ്റസ് എന്ന പേരിൽ വിവിധ സേവനങ്ങൾക്ക് എത്തുന്ന പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി വോളണ്ടിയർമാരെ നിയമിച്ചിരിക്കുന്നത്? ഉത്തരം അമ്പലവയൽ. 9. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം വി വേണു. 10. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയതായി നിർമ്മിക്കുന്ന പാർക്കുകളുടെ പേര്? ഉത്തരം ഹാപ്പിനെസ് പാർക്ക്. 11. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. 12. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? ഉത്തരം ബോംബെ. 13. ചുവടെ നൽകിയിരിക്കുന്ന സംഘടനകളെ അവ രൂപം കൊണ്ട വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാലഗണനാ ക്രമത്തിൽ എഴുതുക. തന്നിരിക്കുന്ന സംഘടനകൾ: പ്രാർത്ഥനാ സമാജം, സോഷ്യൽ സർവീസ് ലീഗ്, ബ്രഹ്മസമാജം, രാമകൃഷ്ണ മിഷൻ. ഉത്തരം സി. ആദ്യത്തേത് ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, രാമകൃഷ്ണ മിഷൻ, സോഷ്യൽ സർവീസ് ലീഗ്. 14. 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. 15. റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സതി നിർത്തലാക്കൽ. 16. 1857 കലാപത്തിൽ ഡൽഹിയിലെ കലാപകാരികളെ അടിച്ചമർത്തിയത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം നിക്കോൾസൺ. 17. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചതാര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 18. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു? തന്നിരിക്കുന്ന പോയിന്റുകൾ: 1. വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും. 2. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. 3. ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 3 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളായിരുന്നു. ക്രൗളിംഗ് ഓർഡർ ചുവടെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 20. ഡൽഹി ബോംബ് കേസ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വൈസ്രോയിയെ കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു? ഉത്തരം ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. 21. മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റോഡ്, റെയിൽ, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ഭൂവിഭാഗം? ഉത്തരം ഉത്തര മഹാസമതലം. 22. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനികൾ ഉൾപ്പെടാത്തത്? ഉത്തരം കലഹന്തി. 23. ചുവടെ പറയുന്നവയിൽ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തന്നിരിക്കുന്ന മലനിരകൾ: കാരക്കോറം, നാഗാക്കുന്നുകൾ, പട്കായിബും, യസസ്കർ. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. 24. സുഗ്ന തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ചണ്ഡീഗഡ്. 25. ഇന്ത്യയിൽ ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് ഹോളി ആഘോഷം നടക്കുന്നത്? ഉത്തരം വസന്തം. 26. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വടക്കൻ സിർക്കാർ തീരത്തിൽ ഉൾപ്പെടുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും. 27. ചന്ദ്രപുര താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ജാർഖണ്ഡ്. 28. നർമ്മദയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. 29. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. 30. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം? ഉത്തരം കുഷോക്ക് ബാക്കുള റിംപോച്ചെ. 31. 1947 തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാര്? ഉത്തരം കെ കേളപ്പൻ. 32. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഇരവിപേരൂർ. 33. താഴെ നൽകിയിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തന്നിരിക്കുന്നവ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. 2. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ.
3. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവും ഇല്ല. 4. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. ശരിയുത്തരം ഓപ്ഷൻ സി 1, 3, 4. 34. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രത്നരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തരം സി രാജഗോപാലാചാരി. 35. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. ഉത്തരം പഴശ്ശിരാജ. 36. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതു സംഭവത്തെ തുടർന്ന് മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായർ. ഉത്തരം കയ്യൂർ സമരം. 37. തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാര്. ഉത്തരം GP പിള്ള. 38. ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ 2ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവനകൾ: മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കപ്പം കൊടുക്കാൻ തുടങ്ങിയത്. 39. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ശ്രീമൂലം തിരുനാൾ. 40. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്ര. ഉത്തരം യാചനയാത്ര. 41. മാറാട് ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ചുവടെ പറയുന്നവയിൽ അപൂർവമായ പന്നിമൂക്കൻ തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം കരിമ്പുഴ. 43. ചുവടെ പറയുന്നവയിൽ തീരപ്രദേശത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിച്ചു ശരിയായ ഉത്തരം എഴുതുക. പ്രസ്താവനകൾ: സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരം, പൊതുവെ മണൽ നിറഞ്ഞ പ്രദേശം, തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 ശരി. 44. താഴെ പറയുന്നവയിൽ കല്ലടയാറിൻ്റെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം കരവലിയാർ. 45. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക അറിയപ്പെടുന്നത്. ഉത്തരം മത്സ്യ. 46. തിരുവനന്തപുരം ക്ലസ്റ്റർ, ട്രാവൻകൂർ മിനി ക്ലസ്റ്റർ, പാലക്കാട് മിനി ക്ലസ്റ്റർ എന്നീ പദ്ധതികൾ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യാവസായിക മേഖല. ഉത്തരം കൈത്തറി. 47. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഉത്തരം കൊച്ചി മെട്രോ. 48. താഴെ തന്നിരിക്കുന്നവയിൽ ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത്. ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. 49. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളിൽ ഉൾപ്പെടാത്തത്. ഉത്തരം പത്തനംതിട്ട. 50. താഴെ തന്നിരിക്കുന്ന അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും തമ്മിൽ ശരിയായി ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്ന ഡാമുകൾ: പീച്ചി ഡാം, പഴശ്ശി ഡാം, ഭൂതത്താൻ കെട്ട്, അരുവിക്കര. തന്നിരിക്കുന്ന നദികൾ: പെരിയാർ, കരമനയാർ, മണലിപ്പുഴ, വളപ്പട്ടണം പുഴ. ഉത്തരം ഓപ്ഷൻ സി പീച്ചി ഡാം, മണലിപ്പുഴ, പഴശ്ശി ഡാം, വളപ്പട്ടണം പുഴ, ഭൂതത്താൻ കെട്ട് ഡാം, പെരിയാർ, അരുവിക്കര ഡാം, കരമനയാർ. 51. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയതാര്? ഉത്തരം KG ബാലകൃഷ്ണൻ. 52. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ പട്ടിക. ഉത്തരം 7ാം പട്ടിക. 53. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രതിപാദിക്കുന്ന പ്രധാന അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തന്നിരിക്കുന്നത്: 1. അതിജീവനത്തിനുള്ള അവകാശം, 2. ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം, 3. നിർബന്ധിത ജോലി എതിർക്കാനുള്ള അവകാശം, 4. സുരക്ഷിതമായ അഭയസ്ഥാനത്തിനുള്ള അവകാശം. ശരിയുത്തരം ഓപ്ഷൻ എ എല്ലാം. 54. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. 55. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 389. 56. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് ഉൾപ്പെടുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ്? ഉത്തരം മൗലിക കടമകൾ. 57. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നവ ഏതൊക്കെ? തന്നിരിക്കുന്നവ: പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, 2. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, 3. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം. 58. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെയോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം. ഉത്തരം അനുച്ഛേദം 361. 59. പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് ചുവടെ പറയുന്നവയിൽ ഏതു ദിവസമാണ്? ഉത്തരം 2020 ജനുവരി 10. 60. പാർലമെന്റിന്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം അറിയപ്പെടുന്നത് ഓർഡിനൻസ്.
61. ഗോണേറിയ രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ: 1. നിസേരിയ ഗോണേറിയ എന്ന വൈറസാണ് രോഗകാരി. 2. ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഗോണേറിയ പകരുന്നത്. ലൈംഗിക അവയവങ്ങളിൽ വേദന, വീക്കം, പഴുപ്പ് പോലെയുള്ള സ്രവങ്ങൾ എന്നിവ രോഗലക്ഷണങ്ങളാണ്. ശരിയുത്തരം ഓപ്ഷൻ എ 2ഉം 3ഉം. 62. ഏതെല്ലാം പല്ലുകളെയാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്? ഉത്തരം അഗ്രചർവണകം, ചർവണകം. 63. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പിലായവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാനുള്ള പദ്ധതി? ഉത്തരം കനിവ്. 64. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ആന്ത്രാക്സ്. 65. താഴെ നൽകിയിരിക്കുന്നവയിൽ എക്സിറ്റ് കൺസർവേഷനുകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ബയോസ്ഫിയർ റിസർവുകൾ. 66. കേരളത്തിൽ വിരിപ്പ് കൃഷിരീതി ഏതു മാസത്തിലാണ് ഇറക്കുന്നത്? ഉത്തരം ഏപ്രിൽ മെയ് മാസങ്ങളിൽ. 67. സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്ന പരിസ്ഥിതി പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? ഉത്തരം ഗ്രെറ്റ തുൻബെർഗ്. 68. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഡയഫ്രം എന്ന ഭാഗമാണ്. ബി. ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രമാണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. സി. വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. 69. ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്? ഉത്തരം വൈറ്റമിൻ ഡി. 70. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. 71. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി? സ്വേദനം. 72. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം പ്രാതിനിധ്യ മൂലകങ്ങൾ. 73. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ: 1. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഷെല്ലുകളിലാണ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. 3. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. 74. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം? ഉത്തരം ഓക്സിജൻ. 75. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ? ഉത്തരം പ്ലാസ്മ. 76. ഗോളീയ ദർപ്പണങ്ങളിൽ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന നേർരേഖ അറിയപ്പെടുന്നത്? ഉത്തരം മുഖ്യ അക്ഷം. 77. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. 78. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നവ: ചെണ്ടയുടെ ഡയഫ്രം, കറങ്ങുന്ന കസേര, ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം, ലിഫ്റ്റ്. തന്നിരിക്കുന്ന ചലനങ്ങൾ: ഭ്രമണം, നേർരേഖാചലനം, ദ്വാലനം, വർത്തുളചലനം. ശരി ഉത്തരം ഓപ്ഷൻ സി. ചെണ്ടയുടെ ഡയഫ്രം, ദ്വാലനം, കറങ്ങുന്ന കസേര, ഭ്രമണം, ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം, വർത്തുളചലനം, ലിഫ്റ്റ്, നേർരേഖാചലനം. 79. ആവിയന്ത്രത്തിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ഉത്തരം താപോർജം യാന്ത്രികോർജമായി മാറുന്നു. 80. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം? ഉത്തരം സാർവിക ഗുരുത്വാകർഷണ നിയമം.